പത്മഭൂഷൺ കിട്ടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വായിച്ചല്ലോ, എനിക്കല്ല തന്നത്. മമ്മൂട്ടി പത്മഭൂഷൺ കിട്ടി, അത് മമ്മൂട്ടിയുടെ അഭിനയത്തിനാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിനാണ് കൊടുത്തത് പത്മഭൂഷൺ. പക്ഷെ എനിക്ക് തന്നത് എന്തിനാണ് എന്ന് അമിത്ഷാ തന്ന കത്തിനകത്ത് ചിലർക്ക് സംശയദൃഷ്ടിയുള്ളവരുണ്ട്. എന്നും സംശയരോഗമുള്ള ചിലവർക്കെല്ലാം അത് വായിച്ച് കേൾക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാക്കുമ്പോഴെങ്കിലും സംശയരോഗം മാറുമെന്ന് കണക്കാക്കുന്നു. എനിക്ക് കിട്ടാതിരിക്കാൻ അനുവദിച്ച ശേഷം കേസ് കൊടുത്തവരും ഇവിടെയുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ പ്രസിഡന്റിന് പെറ്റീഷൻ അയച്ചവരും നമ്മുടെ ഈ നാട്ടിലുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് എനിക്കല്ല, സമുദായത്തിനാണ്. ചെയ്ത പ്രവൃത്തികളെല്ലാം നിങ്ങൾ കേട്ടു. സമുദായത്തിന് ശാക്തീകരണം, വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യ മേഖലയിൽ അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അങ്ങനെ അവരെല്ലാം സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഒരു സമൂഹത്തെ, പിന്നോക്ക സമുദായത്തെ ഉയർത്തുവാൻ വേണ്ടി പ്രയത്നിച്ചതിനാണ്. ഈ പ്രയത്നിച്ചത് ആരാണ്? ഞാനൊരു അതിന് നിമിത്തമാണ്. അതിൻ്റെ അർത്ഥം ഇത് ഈ പത്മഭൂഷൺ തന്നത് നമുക്കാണ്, നിങ്ങൾക്കാണ്. അത് നിങ്ങളിലേക്ക് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുകയും ഇതെല്ലാം സംഘടിപ്പിക്കാൻ ഇപ്പം തന്നെ ഇത്തരം ആളെങ്ങനെ ഒന്ന് സംഘടന ഉണ്ടായതുകൊണ്ടല്ലേ കൊല്ലത്ത് വന്നത്. ഈ ഇരിക്കുന്നവരെല്ലാം ബംഗാളുകാരല്ലല്ലോ. പലരും സമ്മേളനം കൂടുമ്പോൾ ബംഗാളുകാരെ കൂലിക്ക് കൊണ്ടിരുത്തി സമ്മേളനം നടത്തുന്നുവെങ്കിൽ ഇത് ബംഗാളുകാരല്ല, ഇത് കേരളക്കാരാണ്. കേരളക്കാർ മാത്രമല്ല, കൊല്ലം ജില്ലയിലുള്ള. ഇതെല്ലാം വരണമെങ്കിൽ, കൂടണമെങ്കിൽ സംഘടനാപരമായുള്ള ആ വളർച്ചയാണ് കഴിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമിത്ഷാജി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത് നിങ്ങൾ നമ്മുടെ എല്ലാം കൂട്ടായ്മയോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ പ്രതിഫലമാണ്. എനിക്ക് തന്നുവെങ്കിൽ അത് SNDPO ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് തന്നതല്ല, സമുദായത്തിന് തന്നതാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ചിലർ വിചാരിക്കാറുണ്ട് ഇത് കിട്ടിയിട്ട് വയറ് വീർത്തതും കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതെനിക്ക് നല്ല ബോധമുണ്ട്, എനിക്ക് കിട്ടിയതല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സംഘടനയെ ഇത്രയും ചലനാത്മകമാക്കുവാൻ എങ്ങനെ സാധിച്ചു? നിങ്ങളിൽ പങ്കുചേർന്നില്ലെങ്കിൽ സാധിക്കുമോ? ഏതാണ്ട് യൂനൂസുവിന് ഒരു രാജ്യത്ത് 6,000 കോടി രൂപ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് എന്താണ്? 600 കോടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് നോബൽ സമ്മാനം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഈ കൊല്ലം ജില്ലയിൽ മാത്രം 500 കോടി കൊടുക്കുന്നുണ്ട് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, അതിനേക്കാൾ എത്രയോ കോടി കേരളത്തിലേക്ക് നമ്മുടെ സ്ത്രീകൾ കൊടുത്തു സാമ്പത്തികമായി. ഇതെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. അവർക്കെല്ലാം അതിൻ്റേതായ ഇൻ്റലിജൻസ് വർക്കുണ്ട്. ഇത് കിട്ടുമെന്ന് തന്നെ ഞാനൊരു മാവേലിക്കൊരു യോഗത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV-യിൽ വരുന്നത് ഇങ്ങനെ ഒരാൾ കൊണ്ട് എന്നെ കാണിക്കുക. ഞാൻ പറഞ്ഞത് അതെന്നെ പറ്റിക്കാനാണ്. പല TV-ക്കാരും എന്നെ പറ്റിക്കാനും ചതിക്കാനും അല്ലാതെ നമ്മൾ നന്നാക്കണ TV-കൾ വളരെ കുറവാണ്. ഇല്ലാത്തത് പറയാനാണ് അവർക്ക് താല്പര്യം. പലർക്കും നെഗറ്റീവ് ന്യൂസ് വരുത്താനാണ് പലർക്കും താല്പര്യം. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നമ്മളെ കൊച്ചാക്കുന്ന കാര്യത്തിൽ പല ജീവികൾക്കും വളരെ ആവേശമാണ്. അങ്ങനെ വലുതായിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്തുവാട്ടെ, പിന്നെയും വരുന്നു. അവസാനം ഇതിനെ കൊണ്ട് പലരും കാണിച്ചപ്പോൾ മാവേലിക്കരയിൽ ഡോക്ടർ പറഞ്ഞത് അതല്ല, ഇത് അനൗൺസ് ചെയ്തതാണെന്ന്. അങ്ങനെയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം. അതിന് കഴിഞ്ഞ ശേഷം കേസ് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്താലും അതിനെ എതിർക്കാൻ ചില ശക്തിയാണ്. നിങ്ങൾ ഇന്ന് ആലോചിച്ചോ. ഇന്ന് തന്നെ ഒരു TV-യിൽ എന്താ പറയുന്നത്? പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് പോകാൻ നേരത്തിന് മുമ്പ് SNDP യോഗത്തിന്, NISAN ട്രസ്റ്റിന് കുറേ അധികം കോഴ്സ് അനാവശ്യമായി പോസ്റ്റ് ചെയ്ത് തന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് ആ ചാനല് അടിച്ചു തകർക്കുക.